नमो भगवते वासुदेवाय। अग्निर्ज्योतिरः शुक्लः षण्मासा उत्तरायणम् तत्र प्रयाता गच्छन्ति ब्रह्मविदो जनाः। धूमो रात्रिस्तथा कृष्णः षण्मासा दक्षिणायनम् तत्र चान्द्रमसं ज्योतिः योगी प्राप्य निवर्तते। शुक्लकृष्णे गतिह्येते जगतः शाश्वते मते एकया यात्यनावृत्तिम् अन्यया वर्तते पुनः। नैते श्रुति पार्थ जानन् योगी मुह्यति कश्चन। तस्मात् सर्वेषु कालेषु योगयुक्तो भवार्जुन। वेदेषु यज्ञेषु तपस्सु चैव दानेषु यत् पुण्यफलं प्रदिष्टम् अत्येति तत्सर्वमिदं विदित्वा योगी परं स्थानमुपैति चाद्यम्। इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे अक्षरब्रह्मयोगो नाम अष्टमोऽध्यायः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവാന്റെ വാക്കുകൾ അർജുനൻ കേട്ടുകൊണ്ട് സംതൃപ്തനായി ഇരിക്കുകയാണ്. 2-4 ശ്ലോകങ്ങളൂടി കഴിഞ്ഞാൽ ഈ അധ്യായം അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 23 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ്. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിന പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതഋഷഭ. അത് പഠിച്ചു കഴിഞ്ഞതാണ് 23. ഇനി 24 ശ്ലോകം മുതൽക്കാണ് പഠിക്കേണ്ടത്. അഗ്നിർജ്യോതിരഹ ശുക്ലാം ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. എവിടേക്കാണ് പോകേണ്ടത്? നമ്മുടെ ജീവിതം എവിടെയാണ് അവസാനിക്കുന്നത്? തുടങ്ങി ഇനി എത്തേണ്ടത് ഭഗവാനിലേക്കാണെന്ന് പറഞ്ഞു. ഈ എങ്ങനെയാ എത്തുക, എപ്പോഴാണ് മരിക്കുക, ഏത് സമയത്ത് മരിച്ചാലാണ് യോഗികളായുള്ള ആളുകൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുക എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. അഗ്നിജ്യോതി അഹ ശുക്ല ഷണ്മാസ ഉത്തരായണം. അഗ്നി ജ്വലിക്കുമ്പോഴും പ്രകാശം വ്യാപിക്കുമ്പോഴും പകൽ സമയത്തും വെളുത്ത പക്ഷത്തിലും മരണം സംഭവിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള യോഗികൾ ഭഗവാനെ പ്രാപിക്കുന്നു. തത്ര പ്രയാത ബ്രഹ്മവിദ ജനാഹ ബ്രഹ്മ ഗച്ഛന്തി. അവർ ഭഗവാൻ ബ്രഹ്മത്തിൽ തന്നെ എത്തുന്നു. അപ്പം മരിക്കേണ്ട സമയം പറയുന്നു. യോഗികളായ സാധാരണക്കാരെ എല്ലാവർക്കും ഈ സമയത്ത് മരിക്കാനൊന്നും പറ്റില്ല. യോഗികളായിട്ട് ഭീഷ്മരെ പോലെയുള്ള ആളുകൾ മരിച്ചത് ഉത്തരായണത്തിലാണ്. ഭീഷ്മരുടെ കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഭാഗവത്തിലേ. അത്രയധികം വിഷമിച്ചങ്ങനെ ശരശയ്യയിൽ കിടന്ന് ഉത്തരായണം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുന്ന ആ സമയത്ത് ഭഗവാൻ ഭീഷ്മരെ ഒന്ന് കാണണം എന്ന് മനസ്സിലുണ്ട്. എന്താ വെച്ചാൽ ഭക്തോത്തമനാണ് ഭാഗവതത്തിലെ ഭീഷ്മരൻ. അപ്പോൾ ഭീഷ്മർക്ക് അതിയായ ആഗ്രഹമുണ്ട് ഭഗവാനെ ദർശിച്ചിട്ട് വേണം മരിക്കാൻ. അപ്പോൾ ഒരു കാരണം ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചു. എന്താണ്? യുധിഷ്ഠിരൻ്റെ മനപ്രയാസം. അങ്ങനെ അത് തീർക്കാനായിട്ട് അങ്ങോട്ട് പോവുക, ഭീഷ്മരുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് സന്നാഹം എല്ലാ പാണ്ഡവന്മാരും മഹർഷീശ്വരന്മാരും എല്ലാവരും കൂടി ആ കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചില്ല, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് എത്തി. ഭീഷ്മർക്ക് വളരെ സന്തോഷമായി. ഭീഷ്മസ്തുതിയൊക്കെ നമ്മൾ പഠിച്ചു ഭാഗവതത്തിൽ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ് ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വാന്തശ്വാസവുപാരമത്. ഭഗവാനെ കണ്ട് ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കണ്ട് ഭീഷ്മര് തൻ്റെ ശരീരത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഉത്തരായണം സമയം, വെളുത്തപക്ഷം കറുത്തപക്ഷം ഇതൊക്കെ നമുക്കറിയാമല്ലേ. കറുത്തവാവ് കഴിഞ്ഞു വന്നാൽ പിന്നെ വെളുത്തവാവ് വരെയുള്ള ആ കാലത്തിനാണ് വെളുത്തപക്ഷം എന്ന് പറയും. വെളുത്തപക്ഷം കഴിഞ്ഞിട്ട് കറുത്തവാവ് വരെയുള്ള ആ സമയത്തിന് കറുത്തപക്ഷം എന്ന് പറയും. ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നും സംസ്കൃതത്തിൽ പറയുന്നു.
ഇപ്പതാ വെളുത്ത പക്ഷം കഴിഞ്ഞല്ലോ. ഇന്നലെ നമ്മൾ ഈ ചന്ദ്രഗ്രഹണമൊക്കെ കണ്ടു. അപ്പോൾ വെളുത്ത പക്ഷം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത് കറുത്ത പക്ഷമാണ്. അപ്പം അഗ്നിർജ്യോതിരഹ ശുക്ല ഷഡ്മാസാ ഉത്തരായണം തത്ര പ്രയാത ബ്രഹ്മവിദ ജനാഹ ബ്രഹ്മ ഗച്ഛന്തി. ആ കാലത്ത് പ്രയാണം ചെയ്യുന്ന വെച്ചാൽ മരിക്കുന്ന ബ്രഹ്മജ്ഞാനികളായ ജനങ്ങൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നമ്മൾക്കെല്ലാം പ്രാപിക്കേണ്ട സ്ഥാനം ബ്രഹ്മപദമാണ്. അവിടേക്കൊക്കെ നമ്മൾ എത്തുമോ? അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, ജ്ഞാനികളായുള്ള ബ്രഹ്മജ്ഞാനികളായുള്ള ആളുകൾ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. നമുക്കും ശ്രമിക്കാം. അത്രയൊന്നും ആയില്ലെങ്കിലും എപ്പോഴാണോ നമ്മുടെ ജീവൻ പോവുക നമുക്കൊന്നും അറിയില്ലല്ലേ. ഇപ്പം തന്നെ അങ്ങ് വീണ് മരിച്ചേക്കാം. അതല്ല, നല്ല പെരുമഴ കർക്കിടക മാസത്തിലൊക്കെ മരിക്കാം. ചില പറയാറുണ്ട്, ദുരിതം ചെയ്ത ജീവൻ തന്നെ കർക്കിടക മാസത്തിൽ മരിച്ചു, നല്ല മഴ. അപ്പോൾ ദഹിപ്പിക്കുകയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ജീവൻ്റെ ആൾക്കാർ മനസ്സിലൊക്കെ പറയും, ചിലർ ഉറക്കെയും പറയും, വളരെ ദുരിതം ചെയ്ത ജീവൻ തന്നെ. അതാണ് ഈ സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും മരിച്ചാലും എല്ലാവർക്കും വിഷമം, ജീവിക്കുമ്പോഴും വിഷമം എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ദുരിതങ്ങൾ എപ്പോഴാണ് കഴിയാന്നറിയില്ല. കർമ്മമെല്ലാം ഒടുങ്ങിയൻ മാധവ. എല്ലാ കർമ്മവും ഒടുങ്ങിയാൽ പിന്നെ നമ്മൾ ജനിക്കും മരിക്കും, അങ്ങനെയുള്ള അവസ്ഥ ഇല്ലാതെയാവും എന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി സൽക്കർമ്മം ചെയ്യൂ എന്നാണ് ഒരു ധ്വനി ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം പറയുന്നു, ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ. പിന്നെ വേറെ ഒരു ദക്ഷിണായന കാലം, ഉത്തരായണം ദക്ഷിണായനം എന്ന് നമ്മൾ മകരമാസം മുതൽക്ക് ആണ് ഈ ഉത്തരായണം തുടങ്ങുന്നത്. 6 മാസം ഏത് വരും? ഈ ഉത്തരായണവും ദക്ഷിണായനം, അങ്ങനെ ഒരു കൊല്ലം. അപ്പോൾ ഈ ദക്ഷിണായനത്തിന് മരിക്കുക. അതോ ധൂമ രാത്രി തഥാ കൃഷ്ണ, പുക രാത്രി സമയം, അതുപോലെ കറുത്ത പക്ഷം ദക്ഷിണായന കാലം. ആ കാലത്ത് ദേഹത്യാഗം ചെയ്യുന്ന തത്ര യോഗി ചാന്ദ്രമസം ചെയ്യുന്ന യോഗി ജ്യോതി പ്രാപ്യ നിവർത്തതേ, ചന്ദ്രന്റെ ജ്യോതിസിനെ പ്രാപിച്ച് തിരിച്ചു വരുന്നു. മറ്റയാൾ തിരിച്ചു വരുന്നില്ല. ആരെ? ഉത്തരായണത്തിന് മരിച്ചിട്ടുള്ള ആളുകൾ, ബ്രഹ്മജ്ഞാനികളായുള്ള ആളുകൾ തിരിച്ചു വരുന്നില്ല, പിന്നെ ജനിക്കേണ്ടി വരുന്നില്ല. മറ്റത് ചന്ദ്രലോകത്തിൽ പോകുന്നു. ചാന്ദ്രമസം ആ കാലത്ത് ദേഹത്യാഗം ചെയ്യുന്നവർ ചന്ദ്രന്റെ ജ്യോതിസിനെ പ്രാപിച്ചിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ജനനം ഇനിയും ഉണ്ട്, കർമ്മം ഒടുങ്ങിയില്ല, ഇനിയും ജനിക്കേണ്ടി വരും എന്ന് പറയുന്നു. 2 തരം പ്രയാണം, ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും. ഉത്തരായനത്തിൽ മരിച്ചാൽ എല്ലാവർക്കും ബ്രഹ്മപദാവോ? അതൊന്നുമില്ല. നമ്മളെപ്പോലെ പല കർമ്മം ചെയ്ത് കർമ്മവാസനൊന്നും കഴിഞ്ഞില്ല, ജീവിച്ചിട്ട് മതിയായില്ല, അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് മരിച്ചു പോയാൽ പിന്നെയും തിരിച്ചെന്നെ വരേണ്ടി വരും. അപ്പോൾ ഉത്തരായണത്തിൽ മരിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള യോഗികൾ ഉത്തരായണത്തിൽ മരിക്കുമ്പോൾ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. അപ്പം ആശകളൊക്കെ ഒന്ന് ഒതുക്കുക, വല്ലാത്ത ആഗ്രഹമൊന്നും വേണ്ട, ജീവിച്ചു പോവുക. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കുക. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം. ജീവിക്കണ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കണ്ടു കഴിയുക. മരണം ആർക്കും ഉപദ്രവമില്ലാതെ, തനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവമൊന്നുമില്ലാതെ അങ്ങ് പോവുക, ജീവൻ അങ്ങോട്ട് വെടിയുക, ദേഹത്യാഗം ചെയ്യുക. അങ്ങനെ ആവണേന്ന് പ്രാർത്ഥിക്കുക. ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരചഞ്ചല. നമുക്കത് കിട്ടണേ, അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവത് ഭക്തി ഉണ്ടാവണം. ഭഗവത് ഭക്തി ഉണ്ടായാൽ ഒന്നും അസാധ്യമായിട്ടില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കുക എന്നർത്ഥം. പിന്നെ പറയുന്നു, ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ജഗത ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തിം മന്യയാ വർത്തതേ പുനഃ. ഇത് മനസ്സിലാക്കുക. ശുക്ലകൃഷ്ണ ഗതി, വെളുത്ത പക്ഷത്തിലെ കറുത്ത പക്ഷത്തിലെ ഉത്തരായണം ദക്ഷിണായനം, ഇങ്ങനെയുള്ള ഈ ഗതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ജഗത്തിന് ശാശ്വതമായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നിൽ കൂടി പുനരാവൃത്തിയില്ലാതെ ഇനി നമ്മൾ മനസ്സിലാക്കുക. ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നൊക്കെ ഉണ്ട്, 2 മാർഗങ്ങളുണ്ട്. എക്കാലത്ത് നിലവിലുള്ളതാണിത്.
ആദ്യത്തെ മാർഗത്തിൽ കൂടി പുനരാവൃത്തിയില്ലാതെ പരമപദത്തെ പ്രാപിക്കുന്നു. മറ്റേതിൽ കൂടി പോകുന്നവർ വീണ്ടും ജന്മമെടുത്ത് സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇത് മനസ്സിലാക്കുക. ഇത് ശാശ്വതമായ സത്യമാണ്. അപ്പൊ പുനരാവൃത്തി അല്ലെങ്കിൽ ഇനി ജനനം മരണവും ഇല്ലാത്ത അവസ്ഥ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാൽ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഇത് മനസ്സിലാക്കിയിട്ട് ഈശ്വരചിന്തയോടുകൂടി അല്ലെങ്കിൽ ഭഗവത് ധ്യാനനിരതരായിട്ട് കർമ്മം ചെയ്യുക. അപ്പൊ നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാ അത് രണ്ടും കൂടി? അതോ പരിശ്രമിച്ച് നോക്കുക, അല്ലെങ്കിൽ യോഗം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നാൽ പറ്റില്ല. നമുക്കൊക്കെ ഇവിടെ പല നിയോഗങ്ങളുണ്ട്. നിയുക്തമായ കർമ്മങ്ങൾ ചെയ്യണം. അത് ചെയ്യുക. കൂട്ടത്തില് യോഗയുക്തോ ഭവാർജുന തസ്മാൽ അർജുന സർവേഷു കാലേഷു യോഗയുക്തോ ഭവ. എല്ലാ കാലങ്ങളിലും യോഗയുക്തനായി ഭവിക്കുക. മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് കർമ്മവാസനയൊക്കെ വെടിഞ്ഞ അവസാനം ഭഗവത് പദം പ്രാപിക്കൂ എന്ന് പറയണം. അതിമനോഹരമായ ശ്ലോകമാണത്. അടിവരട്ട് പറയണു, തസ്മാൽ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും സദാസമയവും നീ യോഗത്തോടു കൂടിയവനായി ഭവിക്കുക. യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ കർമ്മസുകൗശലം എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് കർമ്മം ചെയ്യുന്ന ഒരു യോഗമാണ്. അതാണ് യോഗം എന്ന് പറയുന്നു. പിന്നെ ഈശ്വരചിന്ത, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്താൽ അതും അയാൾ യോഗിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാനല്ല പറയുന്നത്, കർമ്മം ചെയ്ത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് യോഗിയായി ഭവിച്ച് അങ്ങനെയുള്ള ഒരാൾക്ക് ഉത്തരായണത്തിലുള്ള മരണം ഇനി തിരിച്ചു വരേണ്ടി വരില്ല. ദക്ഷിണായനത്തിൽ വരിച്ചാൽ ചന്ദ്രലോകത്തിൽ എത്തി വീണ്ടും തിരിച്ചു വന്ന് ജനിച്ച് പിന്നെയും മരിക്കേണ്ടി വരും. ഏതായാലും രണ്ടു കൂട്ടരും അല്ലെങ്കിൽ രണ്ട് രീതിയിൽ പോകുന്ന, രണ്ട് സമയത്ത് ജീവത്യാഗം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, ഈശ്വര ചിന്ത അല്ലെങ്കിൽ യോഗനിരതനായിട്ട് ജീവിച്ചാലേ ജീവിതം സഫലമാവുള്ളൂ. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ ജനന മരണാദികൾ വേണ്ടിവരും. അതില്ലാതാവണമെങ്കിൽ കർമ്മം ചെയ്യുക. ഈശ്വര ചിന്തയോടുകൂടി ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത് അവസാനം ദേഹത്യാഗം ചെയ്യുമ്പോൾ ഇനി എന്ത് വരില്ല? ജനിക്കേണ്ടി വരില്ല. അതല്ല, ജനിക്കണമെങ്കിൽ ഇതേപോലെ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ കർമ്മങ്ങളുടെ പിന്നാലെ പോയി മനസമാധാനമില്ലാതെ ദുഃഖിച്ച് ജീവൻ വെടിഞ്ഞ് പിന്നെയും മരിച്ച് പിന്നെയും ജനിച്ച് അങ്ങനെയും പോവാം. രണ്ട് മാർഗവും പറഞ്ഞു തന്നു. ശ്രദ്ധിക്കുക എന്ന് ഒരു സൂചന മാത്രമേ ഭഗവാൻ കൊടുത്തുള്ളൂ. എന്നാലും ഒരിക്കലും ഭഗവാൻ പറയാണ്, തസ്മാത് യോഗി ഭവാർജുന, യോഗിയാവൂ അർജുന എന്ന് ആണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞൊരു അവസാനം ഭഗവത്ഗീത അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാനിതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഏതാ ശരി ഏതാ തെറ്റെന്ന് എനിക്ക് തോന്നുന്ന മാതിരി ചെയ്യുക. പക്ഷെ അർജുനന് ബോധ്യമായി, കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ശരി, ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് കാണാം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യൽ പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തൽ സർവമിതം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈരി ചാദ്യം. അതുകൊണ്ട് വേദങ്ങളിൽ വേദം, യജ്ഞം, തപസ്, ദാനം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത് അങ്ങനെ പുണ്യഫലം പറയപ്പെട്ടിരിക്കുന്നുവോ അതെല്ലാം യോഗി ഇതിനെ അറിഞ്ഞിട്ട് അതിക്രമിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന് സൽഫലം കിട്ടും, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ പറയാ ഇതുകൊണ്ട് കാര്യമല്ല, ഇതൊന്നും അല്ല ശാശ്വതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു യോഗി എന്ത് ചെയ്യുന്നു? പരമപദം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. ഇതല്ല എനിക്ക് വേണ്ടത്. കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുന്ന മാതിരിയുള്ളതൊക്കെ നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ സംഗതികൾ തരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകമില്ലല്ലോ. അപ്പോൾ ഈ ലോകം ഇങ്ങനെ നടക്കണമെങ്കിൽ ഈ ആഗ്രഹിച്ച് ജീവിക്കുന്നവരും എല്ലാവരും വേണം. അടിപിടി ലഹള ഒക്കെ പിന്നെയും ജനിച്ച് മരിച്ച് അങ്ങനെ പോയിട്ട് എന്നാണോ മനസ്സിലാവുക ഇതൊന്നും അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, എന്താണ് ദ്രോഹിച്ചു ഭൃത്യരെ വെറുക്കനവാനിയാൻ ഞാൻ സ്നേഹിച്ചതില്ല പരനെ കഠിന സ്വഭാവാൽ കാമിച്ചു ഞാൻ പരധനത്തെ യഥപ്പതിച്ചു
നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ഒരവസ്ഥ അങ്ങടാവണം. ഞാൻ ചെയ്തത് തെറ്റുകളാണ്, ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കണേ, നല്ലത് തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പരമമായ പദം ആണ് ലക്ഷ്യമെന്ന് മനസ്സിൽ ഇങ്ങനെ വെക്കുക. ഈ കാണുന്നത് നല്ലതാണ്, പൂജ ചെയ്തു, വഴിപാടുകൾ ചെയ്തു, മനസ്സമാധാനം ഉണ്ടായി, നല്ല സൽക്കർമ്മങ്ങൾ, ദാനം, ഹോമം, ജപ, തപ, ഇതൊക്കെ നല്ലതാണ്. അതൊക്കെ കിട്ടി, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ശരിയായി, നല്ല വഴിപാടുകളൊക്കെ ചെയ്തു, ഭഗവാനെ പ്രീതിക്കായിക്കൊണ്ട് ഞാൻ ക്ഷേത്ര ദർശനം ചെയ്തു, അതൊക്കെ ചെയ്തു, നന്നായി, നല്ലതാണേനും, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിൽ ഒതുങ്ങരുത് കേട്ടോ. ആ സൽഫലം കിട്ടി സന്തോഷമായിരുന്നാൽ പോരാ. നമ്മളെ ലക്ഷ്യം ഇതല്ല. ഇത് തൽക്കാലമുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ലക്ഷ്യം ഇതല്ല, ലക്ഷ്യം ഭഗവാൻ മാത്രം. എന്താണ്? ഒരേ ഒരു ലക്ഷ്യം അല്ലേ? സ്വാമി പാദം മാത്രമാണ്. അത് മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്ത് പരമപദത്തെ പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായം. നമ്മൾ 8ാം അധ്യായം അവസാനിക്കുകയാണ് ഈ ശ്ലോകത്തോടു കൂടി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.